ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മളിപ്പോൾ വർക്കലയ്ക്കടുത്തുള്ളൊരു സ്ഥലത്ത് വന്ന് നിൽക്കുവാണ്. ഇത് അകത്തുമുറി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അകത്തുമുറി വക്കം എന്ന് പറയുന്ന സ്ഥലം. ഇത് കായലിൻ്റെ ഒരു ഏരിയയാണ്, അതായത് കായലോര പ്രദേശമാണ്. അപ്പോൾ കടൽ മാത്രമല്ല, കായലും നമ്മളുടെ ഈ യാത്രയുടെ ഭാഗമാകുകയാണ്. അപ്പോൾ കായലെന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും കായൽ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഹൗസ് ബോട്ട്സ്, പിന്നെ അല്ലാണ്ട് തന്നെ സ്പീഡ് ബോട്ട്സ്, റോ ബോട്ട്സ്, നമ്മളല്ലാതെ ചെറിയ വള്ളം, ഇങ്ങനെയുള്ള സഞ്ചാര മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെ ഒരു യാത്ര, ഇതാണ് ആസ്വാദനത്തിൻ്റെ ലെവൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കായലിലൂടെ ഒരു ട്രിപ്പാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു മോട്ടോർ ബോട്ട് തന്നെ 2 തരം ഉണ്ട്. എന്തായാലും മോട്ടോർ ബോട്ടിൽ നമ്മൾ പോകുന്നു. കാര്യം ഒരു ഹൗസ് ബോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾക്കൊരു യാത്ര അകത്തുമുറി കായലിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ പോവാണ്. പലതരം കായലിലൂടെ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായൊരു അനുഭവമായിരിക്കും. ഇപ്പോൾ ഇവിടെ വേറെ ഒരുപാട് ബോട്ട്സൊന്നും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. അതേസമയം നല്ല ശാന്ത സുന്ദരമായ ഒരു വൈകുന്നേരമാണിത്. ഒരു സൺസെറ്റിന് 1 മണിക്കൂർ മുന്നെയാണ് എൻ്റെ ഈ സവാരി. അപ്പോൾ ഇതിങ്ങനെ കുറേ ദൂരം ഇങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയൊരു ഐലൻഡായിട്ട് ഒരു ഭാഗമുണ്ട്, ഒരു ദ്വീപ് പോലെ. അവിടെ ഒരു ശിവക്ഷേത്രം വളരെ ഫേമസ് ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബോട്ടിലൂടെ സഞ്ചരിച്ച് ഈ കായൽ കാഴ്ചകളെല്ലാം കണ്ട് ആ ശിവക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തേക്ക് അപ്പോൾ നമ്മളിപ്പോൾ ഈ ബോട്ട് സവാരി എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മൾ ആ ദ്വീപിൻ്റെ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ആ ഒരു ചെറിയൊരു ഐലൻഡ് പൊൻതുരുത്ത് എന്നാണ് പറയുന്നത്, പൊൻതുരുത്തിലെ ശിവക്ഷേത്രം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ധാരാളമായിട്ട് ഫോറിൻ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു ഏരിയയാണ് ഈ കായൽ പ്രദേശം. അപ്പോൾ ഈ വരുന്ന ഫോറിനേഴ്സിനെല്ലാം തന്നെ ഇതുപോലെ ബോട്ടിൽ ഇങ്ങനെ കൊണ്ടുപോയി ഈ ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്ത് ആ ഒരു ഐലൻഡിൽ പോയി പൊൻതുരുത്ത് എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവിടെ അവരുടെ ആവശ്യങ്ങൾക്ക് അവർക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ചില സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ക്ഷേത്രം വളരെ ഫേമസ് ആണ്. പല കായലുകളുടെ ഒരു എന്താ പറയുക, ഒരു സമ്മേളന സ്ഥലം കൂടിയാണ്. ഇപ്പോൾ അകത്തുമുറി കായലിൻ്റെ ആ ഭാഗത്തു നിന്ന് നമ്മളിങ്ങനെ വന്നു. ഈ ഭാഗത്തു നിന്ന് വെണ്ണിയോട് കായൽ ഭാഗം, ഇതെല്ലാം ഇവിടെ വന്ന് സമ്മേളിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ കൂടി കിടക്കുന്നൊരു പ്രദേശം കൂടിയാണ്. ഇതെല്ലാം പല കായലുകൾ. ഈരാൻ കടവ്, പിന്നെ വെണ്ണിയോട്, പിന്നെ ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ കായലിൻ്റെ ആ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ വെണ്ണിയോട് കായൽ എന്ന് പറയും, അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഈരാൻ കടവെന്ന് പറയും. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും കായലിങ്ങനെ ചേർന്ന് കിടക്കാറ്. അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കണ്ടില്ലേ, ആ ഒരു ദ്വീപിൻ്റെ ആ ഭാഗത്താണ്. ഇപ്പോൾ കായലിൻ്റെ നടുക്കൊരു ഐലൻഡ് പോലെ ഒരു സ്ഥലം, അവിടെ ഒരു ശിവക്ഷേത്രം. അത് തന്നെ ഒരു വലിയ വ്യത്യസ്തമായ ഒരു കാഴ്ചയായിട്ടില്ല, ഒരു ഐലൻഡിലൊരു ക്ഷേത്രം. നമ്മൾ പൊൻതുരുത്തിനെ ചുറ്റി ഒരു വലം വെച്ച് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ പ്രദക്ഷിണം വെക്കുന്ന പോലെ തന്നെയാണ് ക്ഷേത്രത്തിന്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ഐലൻഡിൻ്റെ അടുത്തെത്തി. പക്ഷേ അതിനെ നമ്മളിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷനിലെത്തും. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവിടെ ക്ഷേത്രം ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും ഈ തുരുത്തിലേക്ക് അല്ലെങ്കിൽ ഈ ദ്വീപിലേക്ക് പൊൻതുരുത്തിലേക്ക് ആൾക്കാർ വരും, നാട്ടുകാർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടത്തുണ്ട്. നമ്മളിപ്പോൾ കയറിയ ഭാഗത്തു നിന്ന് തന്നെ രാവിലെ വൈകുന്നേരവും വള്ളത്തിൻ്റെ സർവീസുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലും ഒരു വള്ളത്തിൻ്റെ സർവീസുണ്ട്. ആ വള്ളത്തിൽ കയറിയാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചു പോകുന്നത്. പൊൻതുരുത്തിനെ നമ്മളിങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ വർക്കല പാവനാശം ബീച്ച് ഏരിയയിൽ നിന്നും ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു കായൽ പ്രദേശത്ത് എത്താൻ സാധിക്കും. ഈ പൊൻതുരുത്തും ഇവിടുത്തെ ഈ ശിവക്ഷേത്രവും ഈ ഒരു ബോട്ടിലുള്ള ഈ കായലിൽ ഉള്ള സവാരി പൊൻതുരുത്ത് ശിവപാർവതി വിഷ്ണു ക്ഷേത്രം. അപ്പോൾ 3 പ്രതിഷ്ഠകളുണ്ട്. ശിവനും പാർവതിയും വിഷ്ണുവും ഒക്കെ ഉണ്ട് ഇവിടെ പൊൻതുരുത്തിൽ. അപ്പോൾ ഇവിടെ വന്നിട്ട് അകത്തുമുറി എന്ന് പറയുന്ന സ്ഥലം, വർക്കലയിൽ നിന്ന് 10 കിലോമീറ്റർ, അകത്തുമുറി കായൽ, ഇതാണ് എക്സാക്റ്റ് പ്ലേസ്. ഇവിടെ ഇങ്ങനെ ഒരുപാട് റിസോർട്ടുകളുണ്ട്. ഇത് കായലോരം എന്ന് പറയുന്ന ഒരു റിസോർട്ടിൻ്റെ ആ ഭാഗത്താണ് നമ്മൾ എത്തിയത്. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ആ ഭാഗത്തുള്ള കടവിൽ നിന്നും ഒരു മോട്ടോർ ബോട്ടിൽ നമ്മൾ സഞ്ചരിക്കുന്നു. പക്ഷേ അവിടുത്തെ കടത്തിൽ നിന്നും വള്ളത്തേലും നമുക്ക് ഇതുവഴിയെല്ലാം സഞ്ചരിക്കാൻ സാധിക്കും. നല്ല രസമില്ലേ, കണ്ടില്ലേ ഇങ്ങനെ കായലിൽ നമ്മളിങ്ങനെ ഒരു ഐലൻഡിനെ ഇങ്ങനെ ചുറ്റി പോകണം. ഇത് ശരിക്കും നടുക്കായിട്ടാണ് ഈ ഒരു ദ്വീപ് കാണുന്നത്, ഈ പൊൻതുരുത്ത്. അങ്ങനെ ഒരു വള്ളത്തേൽ കുറച്ച് യാത്രക്കാരും പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വള്ളത്തേലല്ല, ഒരു പക്ഷേ വള്ളവും നല്ല രസമാണ്. കാര്യം ഓപ്പൺ അല്ലേ വള്ളം എന്ന് പറഞ്ഞാൽ. ഇത് ബോട്ടാകുമ്പോൾ നമ്മൾക്ക് കുറച്ച് മേൽക്കൂരയൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മളിങ്ങനെ ഈ ഐലൻഡ് പൊൻതുരുത്തിന് ചുറ്റും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പല എൻട്രൻസ് ഉണ്ട്. നമുക്ക് ഏത് ഭാഗത്ത് കൂടി വേണമെങ്കിലും ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ ആ പൊൻതുരുത്തിൽ കയറാം. ഇപ്പോൾ ഇവിടെ വള്ളം കിടക്കുന്നുണ്ടല്ലേ, അപ്പോൾ ഇവിടെ കൂടി വേണമെങ്കിൽ കയറാം. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ചുറ്റിയിട്ടും കിഴക്കേ നടയിൽ കൂടിയാണോ പടിഞ്ഞാറാണോ ഏത് ഭാഗത്ത് വേണമെങ്കിലും എൻട്രൻസ് ഉണ്ട്. ഇവിടെ എല്ലാം വഴിയുണ്ട്. നമ്മൾ ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ വന്നു, കടലോരം റിസോർട്ടൊക്കെ നിൽക്കുന്ന എന്താ പറയുക ഹൗസ് ബോട്ട് കിടക്കുന്ന ഭാഗം. ഇപ്പോൾ ഏകദേശം നടുക്ക് നിൽക്കുവാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ചുറ്റി നടക്കുകയാണ്. ഈ ദ്വീപിന് ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. അപ്പോൾ ഇനി ദ്വീപിൻ്റെ അകത്തേക്ക് കയറാമല്ലേ, കുറച്ച് കറങ്ങി കഴിഞ്ഞു. കായലിന് ചുറ്റും ഇങ്ങനെ നടക്കുകയായിരുന്നു. പൊൻതുരുത്തിലേക്ക് നമ്മൾ ബോട്ട് അടുപ്പിക്കാൻ പോകുന്നു. ചെറിയൊരു കട പറ്റിയിരിക്കുകയാണ്. ഇത് പൊൻതുരുത്തിലേക്കുള്ള എൻട്രി പോയിൻ്റാണ്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കുടുംബത്തിൻ്റെ ഒരു ക്ഷേത്രവുമാണ്, അവരുടെ വകയാണ് ഈ ക്ഷേത്രം. ഇവിടെ വന്നപ്പോൾ ശരിക്കും എനിക്കൊരു ആൻഡമാൻസിൽ നമ്മുടെ ട്രിപ്പാണ് ഓർമ്മ വരുന്നത്. അത് ഇതുപോലൊരു ബോട്ട് സവാരി കഴിഞ്ഞ് നമ്മളൊരു ഐലൻഡ് ഭാഗത്ത് വന്ന് ഇറങ്ങി ആ ഒരു ഫീല്, ചില ഗുഹകൾ കാണാനായിട്ട് നമ്മൾ വന്നില്ല, അതുപോലത്തെ ഒരു സ്ഥലം പോലെ തോന്നുന്നു. അങ്ങനെ നമ്മൾ കായലിൻ്റെ നടുക്കുള്ള ദ്വീപിലേക്ക് കയറി കഴിഞ്ഞു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാമല്ലോ, ആ ഭാഗത്തു നിന്നാണ് നമ്മൾ ബോട്ട് സവാരി തുടങ്ങിയത്. അവിടെ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് ഇവിടെ ഇതിപ്പം കായലിൻ്റെ നടുക്കാണ്. കായലിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്ത് എത്തിയിട്ടില്ല, സെൻറ്റർ പോയിന്റ്. വരുമ്പോൾ തന്നെ കാണാൻ ഒരു ഏറുമാടം മാതിരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫോറിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനായിട്ടെല്ലാം ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. പക്ഷേ ഈ വർക്കല സൈഡിലായതുകൊണ്ട് അവിടുത്തെ ബീച്ചും കാര്യങ്ങളും ധാരാളം ഫോറിൻ ടൂറിസ്റ്റുകൾ വരുന്നൊരു ഏരിയയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർക്കൊരു കായൽ എക്സ്പീരിയൻസ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ കടലിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതിയല്ലോ ഈ ഭാഗത്ത് എത്താനായിട്ട്. അകത്തുമുറി കായൽ പ്രദേശം. ഇനി നമുക്കകത്തേക്ക് പോകാം, ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക്.